ഒരു കൊട്ടാരത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കും. കൊട്ടാരത്തിലേക്ക് ഒരു ഓഫർ ഉണ്ട്. ഈ പാട്ടുകാരികൾക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ഈ പുള്ളിക്കുയിലില്ലേ, ഈ പുള്ളിക്കുയിൽ രാത്രി എത്ര മണിക്കാണ് കിടന്നുറങ്ങണ സമയം പറയും? അതെ, കാക്കന്റെ സൗണ്ട്. ആ കാക്കന്റെ സൗണ്ട്. ഹായ് ഗൈസ്, ഹായ്. അറിയോ? ഇല്ല. അതെ, ഞാനില്ലേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. പേരെന്താ? ജിസ്മൽ. ഓക്കെ, ഈ കുയിലില്ലേ, കുയിലിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് അറിയോ? ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഇൻട്രോ എടുത്തിട്ട് ഞാൻ നേരെ കോഴിക്കോടേക്ക് പോവാണ്. കോഴിക്കോട് നമുക്ക് കുറേ പരിപാടികളുണ്ട്. എല്ലാ പരിപാടികളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മാക്സിമം ലൈക്ക് ബട്ടൺ അമർത്തുക. പിന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടണും കൂടെ നെക്കിയിട്ടാൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നേരെ ഇപ്പോൾ ബസ് വരും. ബസ് കയറിയിട്ട് നമ്മൾ നേരെ കോഴിക്കോടേക്കാണ് പോണത്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോൾ കാഴ്ച ഞാൻ അങ്ങനെ പുതിയ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒത്ത നമ്മുടെ പുതിയ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു കട ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. നമ്മളെ സ്വന്തം, നമ്മളെ പ്രിയപ്പെട്ട ഷോപ്പാണ്. ആ കാഴ്ചകൾ നിങ്ങൾ കണ്ടുവരുമ്പോഴത്തേന് ഞാനിങ്ങനെ നമ്മളെ പ്രാങ്കൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, ഹായ് ഗൈസ്, ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് നമ്മളെ പ്രിയപ്പെട്ട ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ മാവൂർ റോഡിൻ്റെ നമ്മളെ ഹൃദയഭാഗത്ത് നമ്മളെ യാഷിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള എം സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ മൊബൈൽ സൊല്യൂഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ആ കാണുന്നത് നമ്മളെ മാവൂർ ജംഗ്ഷൻ സിഗ്നലാണ്. ഇത് മാവൂർ റോഡാണ്. അവിടെ KSRTC യാഷ് അതിൻ്റെ അടുത്താണ് നമ്മളെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇതാണ് ഇവിടുത്തെ മുതലാളി. ഹായ്, പേരെന്തായിരുന്നു? നൗഷാദ്. നൗഷാദ്. എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? ഇവിടുത്തെ കാര്യങ്ങൾ അടിപൊളിയാണ്. അടിപൊളിയാണ്. ഇത് ഒരു 18 വർഷത്തിൻ്റെ മുന്നേ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഷോപ്പല്ലേ? 18 വർഷമായിട്ട് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പാണ്. എം സ്റ്റോർ മൊബൈൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, എന്തിനുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ട് ഇല്ലേ? അതെ, ഒരുപാട് കാലമായിട്ട് ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇവിടെ തന്നെയാണ് സെറ്റും കാര്യങ്ങളൊക്കെ എടുക്കൽ. ഓക്കെ, റിപ്പയറിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ഫോൺ വരാൻ പറ്റിയ ഒരു സ്ഥാപനം ആണല്ലേ. എന്തൊക്കെ ഫോണിന് എന്തെങ്കിലും ഒരു IC അടിച്ചു പോവുക, എന്തെങ്കിലും ആയിക്കോട്ടെ ഇവിടേക്ക് വന്നാൽ മതി. ചെറിയ കംപ്ലൈന്റ്, എന്ത് ചെറിയ കംപ്ലൈന്റ് നിങ്ങൾക്ക് വെറുതെ ഡൗട്ട് അടിക്കുകയാണെങ്കിൽ വരെ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി, അത് ഇവിടെ ക്ലിയർ ചെയ്ത് തരും. അതെ, അതിന് പറ്റിയ സൊല്യൂഷൻ. അതാണ് ഇവിടെ അത്രയും കസ്റ്റമേഴ്സ് വരുന്നത് അല്ലേ? ഒരുപാട് കോർപ്പറേറ്റുകളുടെ ഇടയിൽ നമ്മൾ നിലനിൽക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന സർവീസാണ്, കസ്റ്റമർക്ക് കൊടുക്കുന്ന സർവീസാണ്. ഓക്കെ, കസ്റ്റമർക്ക് നല്ല സർവീസ് കൊടുക്കുക, പ്രോഫിറ്റിലല്ല കാര്യം. നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവാം. അതെ, അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എവിടെയും പോകില്ല. അതെ അതെ അതെ, അതാണ് നമ്മൾ കൊടുക്കുന്ന സർവീസ്. ഓക്കെ, അപ്പോൾ ഐഫോൺ ഒക്കെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? നമ്മളെല്ലാ ഫോണുകളും ഇവിടെ EMI-ലാണ് കൊടുക്കുന്നത്. വേണം കൊടുക്കാം. പിന്നെ അല്ലാതെ ക്യാഷിനും ഉണ്ട്, എങ്ങനെ ചെയ്യാം. ഒരുപാട് മോഡല് പിന്നെ വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഐഫോണിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ EMI ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഡൗൺ പേയ്മെൻറ്റ് എങ്ങനെ? ഡൗൺ പേയ്മെന്റ് ഡിപ്പെൻസ് ആണ്, ഓരോ കസ്റ്റമേഴ്സിന്റെ സിബിൽ സ്കോറിനനുസരിച്ചാണ്. അതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഫ്രഷ് പീസും ഉണ്ടല്ലേ? ഓക്കെ, IQ ഒക്കെ എങ്ങനെ വരുന്നത്? പിന്നെ IQൻ്റെ ഒരു പുതിയ ഫ്രഷ് പീസാണിത്. അതുപോലെ നത്തിങ്ങിന്റെ മോഡലുകളുണ്ട്. OnePlus. ഓക്കെ, സ്റ്റോക്കുകളാണ്, പുറത്ത് കിട്ടാൻ സാധ്യത കുറവുള്ള സാധനങ്ങളാണ്. ഓക്കെ, ഹായ്, ഷറല്ലേ? ഓക്കെ, പേരെന്താ? ഓക്കെ, ഒരായി പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ കസ്റ്റമേഴ്സും വന്നിട്ട് ചോദിക്കുന്ന മോഡൽ എങ്ങനെ? നമുക്ക് കൂടുതൽ മൂവിങ് ഉള്ളത് നത്തിങ് IQ സീരീസുകളിലാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ അതിൻ്റെ സ്പെക്കും അതിൻ്റെ പ്രൈസും കാര്യങ്ങളും? ഡിസൈൻ പാർട്ട് തന്നെ നമുക്ക് മറ്റുള്ള ഫോൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇത് ഐഫോൺ കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത് അല്ലേ? ഐഫോൺ കഴിഞ്ഞാൽ നല്ല ഒരു മൂവിങ് ഉള്ള ഒരു ഫോണാണിത്. ഗെയിമിംഗ് ആണെന്ന് വെച്ചാലും ക്യാമറ എന്ന് വെച്ചാലും എല്ലാം ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ IQ സീരീസ് വരുന്നുണ്ട്, OnePlus വരുന്നുണ്ട്. ഓക്കെ, പിന്നെ മോട്ടോയുടെ പുതിയ മോഡലാണ് Edge 60 സൈലസ് വരുന്ന മോഡലാണ്. ഓക്കെ, എന്നാണ് അതിന്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ടിങ് ആണല്ലേ? അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റൈലസ് ആണല്ലേ? ആ മോഡൽ സാംസങ്ങിന്റെ കുത്തകയായിരുന്നു. ഇപ്പം മോട്ടോറോളയിൽ ചെറിയ വിലയിൽ 23,000 രൂപയ്ക്ക് പെന്നടക്കം വരുന്നുണ്ട്. പെന്നടക്കം. ഓക്കെ, ഞാൻ ഇതുവരെ കണ്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മോഡലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പ് ഉള്ള ഫോണാണ് ഇപ്പം കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളെ S സീരീസ് എങ്ങനെയാണ് നമ്മളെ സാംസങ്ങിൻ്റെ? സാംസങ് S സീരീസ് ഇപ്പോൾ നമുക്ക്
S25 S25 Ultra. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡെമോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഏത് ഫോണിൻ്റെ ഡെമോ ഇവിടെ കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെ നമ്മളെ എസ് സീരീസ് ആണ്. S24 Ultra, S24, പിന്നെ S25, പിന്നെ നമ്മളെ ഗാലക്സി A55 ഉണ്ട്, പിന്നെ A36 ഉണ്ട്, A16 ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ഡെമോ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ മൊബൈലിൻ്റെ ആക്സസറീസ് ഉണ്ട്, ഫുൾ സെറ്റപ്പാണ് ഗൈസ്. പിന്നെ നമ്മൾക്ക് ഇവിടെ മൊബൈലിൻ്റെ സർവീസും കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ്, ഇവിടെ തന്നെയാണ് ഇവിടുത്തെ സർവീസും കാര്യങ്ങളും. ഇവിടെ എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൻ്റെ വിഷയം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കുറഞ്ഞ ചിലവിൽ ഇവിടുന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടുന്ന് സർവീസ് ചെയ്തിട്ട് അന്ന് തന്നെ മടങ്ങി പോവാം, പെട്ടെന്ന് പരിപാടി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഉണ്ട്. ഡെലിവറി ഉണ്ട്. കസ്റ്റമർ ഒരു കോൾ ചെയ്താൽ ആൾ അവിടെ പോയി കളക്ട് ചെയ്ത് തിരിച്ച് അവിടെ റെഡിയാക്കി കൊണ്ടുകൊടുക്കും. യെസ്. പിന്നെ നമ്മളെ യൂസ്ഡ് ഐഫോണും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ 13 Pro ആണ്, പിന്നെ 11, പിന്നെ ആൻഡ്രോയിഡ്. പിന്നെ ആൻഡ്രോയിഡിന് ബോക്സ് പീസ് ഉണ്ട്, സെക്കൻഡ് റേറ്റ് ആണ്, ഫുൾ അഫോർഡബിൾ റേറ്റ് അല്ലേ? അഫോർഡബിൾ റേറ്റ് ആണ്. ഓക്കെ യെസ്, അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതൊക്കെ യൂസ്ഡ് ഫോണാണ്, നല്ല വൃത്തിയുള്ള. EMI കൊടുക്കും. എല്ലാ ഫോണുകളും EMI കൊടുക്കുന്നതാണ്. ഓക്കെ. സിവിൽ സ്കോർ കുറഞ്ഞിട്ട്? സിവിൽ സ്കോർ കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡൗൺ പേയ്മെന്റ് വരും. സിവിൽ സ്കോർ ഇല്ലെങ്കിലും നമുക്ക് ഓപ്ഷൻ ഉണ്ട്, അപ്പം പറയാൻ പറ്റില്ല, സീക്രട്ട്. ഓക്കെ, എന്നാൽ ഗൈസ് അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് സർവീസ് ഒക്കെ നിങ്ങളെ മുന്നേ തന്നെ ഇവിടുന്ന് ചെയ്തു തരും. അപ്പോൾ ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെയാണ് സർവീസിൻ്റെ റൂം വരുന്നത്. അപ്പോൾ നിങ്ങളെ മുന്നേ തന്നെ നിങ്ങളെ ഫോൺ സർവീസ് ചെയ്തിട്ട് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഹാപ്പി കസ്റ്റമറായിട്ട് ഇവിടുന്ന് വിട പറഞ്ഞു പോവാം. പിന്നെ നമുക്ക് JBLൻ്റെ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് നമ്മളെ റെഡ്മിൻ്റെതാണ്, ഇത് റിയൽമി ആണ്, ഇത് JBL ആണ്. അപ്പോൾ എങ്ങനെ ഇവിടുത്തെ ലൊക്കേഷൻ കറക്റ്റായി പറയുകയാണെങ്കിൽ ലൊക്കേഷൻ മാവൂർ റോഡിന്റെ ഹൃദയഭാഗത്താണ്, നന്ദിലത്ത് ജിമാർട്ട് ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ യാഷ് ഇന്റർനാഷണൽ ഹോട്ടൽ ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് നിയർ ബാറ്റ ഷോറൂം. ഓക്കെ, ഒരായി പറഞ്ഞോളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസിനാടി നല്ലത് ഇവിടെ തന്നെ വന്നിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണതാണ്. എന്താണെന്ന് വെച്ചാൽ ഫോണിൻ്റെ പൗച്ച്, പിന്നെ എയർപോഡ്, പിന്നെ ഫോണിൻ്റെ സ്ക്രീൻ ഗ്ലാസ്, അങ്ങനത്തെ ഒക്കെ ഇവിടുന്ന് ഇൻക്ലൂഡഡ് ആയിട്ട് ഈ ഫോണിൻ്റെ കൂടെ ഇവിടുന്ന് കസ്റ്റമറിന് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും, അതൊന്ന് ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് നിങ്ങൾ എങ്ങനെയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? ഹാപ്പി ആയിട്ട് ഓക്കെ അല്ലേ? നല്ല ഡിസ്കൗണ്ട് കൊടുക്കൂല്ലേ? ഓക്കെ, എന്നാൽ ഉഷാറാവട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഹാപ്പി. ഓക്കെ, അപ്പോൾ ഞാൻ പോയി വരാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ഷോപ്പായിരുന്നു M സ്റ്റോർ മൊബൈൽ സൊല്യൂഷനാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി. ഫുള്ളി ഓട്ടോമാറ്റിക് സാധനങ്ങളാണ്. ആ ഏരിയയിലൊക്കെ നിൽക്കാൻ പറ്റില്ല, ചിജിയൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ സാധാ മോഡൽ വ്ളോഗിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്, മഴയൊക്കെ പെയ്യും. ഓക്കെ, ഹായ് ബ്രോ, പേരെന്താ? ഓക്കെ, എവിടുന്നാ വരുന്നത്? ഓക്കെ, ഈ ആനകളെ അറിയോ? ആനകളില്ലേ റോട്ടിലൂടെ നടക്കണതിൻ്റെ പക്ഷേ തോട്ടിലൂടെ പോണേര് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്താട്ടോ. എന്താ പേരെന്തേനു? എൻ്റെ ചാനലിൻ്റെ പേര് അനസ്വ്ലോഗ് 21. ഒരായി പറഞ്ഞോളൂ. ഓക്കെ, ഹായ് ഗൈസ്, പേരെന്താ? ഓക്കെ, ഞാൻ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആൻസർ പറയാൻ വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഹാപ്പി അല്ലേ? ഓക്കെ, ഒരു കാട്ടിൽ പുള്ളിക്കുയിലും മാനും കുരുവിയും ഒരു യാത്രക്ക് പോവാം. ആ യാത്രക്ക് പോണതിൻ്റെ ഇടയിലാണ് കുരുവി പറയുന്നത് അവൾക്ക് വണ്ടി സൈഡാക്കിയിട്ട് അവിടെ ഒരു സിനിമക്ക് കയറിയിട്ട് കാട്ടിലൂടെ പോയാൽ മതി എന്ന്. അപ്പോൾ നിങ്ങൾ അതിൽ എന്താണ് അതിൻ്റെ ഒരു രൂപത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? എന്താ വെച്ചാൽ കുയിൽ സിനിമക്ക് പോകണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കുയിലിൻ്റെ കൂടെ എത്ര ആൾക്കാരുള്ളത്? 2-3 ആൾക്കാർ. അതിൻ്റെ പേരെന്തൊക്കെയാണ്? അല്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പോലീസ് 3 പീസ് പിടിച്ചിട്ടേ ഉള്ളൂ. ആണ്? എന്തിനാ പിടിച്ചേ? 3 പീസ് അടിച്ചിട്ട് ആണ്. പോലീസെ ബാക്കി കാത്തുനിൽക്കുന്നത്. അമ്മോ, എന്നാ ഒരു യൂട്യൂബ് ആയിരുന്നു. ഒരു ഹായ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻജോയ് ചെയ്തോളൂ. ഓക്കെ ഗൈസ്, ഇന്ന് മൊത്തം ഇവിടെ കിടിലം പ്രാങ്കാണ് ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, ഹായ് ഗൈസ്, എന്താ സുഖല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. ഈ പുള്ളിക്കുയിലില്ലേ, ഈ പുള്ളിക്കുയിൽ രാത്രി എത്ര മണിക്കാണ് കിടന്നുറങ്ങണ സമയം പറയും? അതെ, ഉറക്കം വന്നാൽ. ഓക്കെ ഓക്കെ, നിങ്ങളോ? 12 മണിക്ക്. 12 മണിക്കാണ് പുള്ളിക്കുയിൽ ഉറങ്ങല്? ഉറങ്ങാറില്ല. ഓക്കെ, ഇത് ഞാൻ പുള്ളിക്കുയിൽ ഉറങ്ങുന്ന സമയമാണ് ചോദിക്കുന്നത്. 12 മണി രാത്രി. അപ്പൊ അതുവരെ പുള്ളിക്കുയിൽ എന്ത് ചെയ്യും?
പാട്ട് പാടും. പാട്ട് പാടും. ഓക്കെ ആണ് ആണ് ശരിക്കും ഈ പുള്ളിക്കോയിൽ 12 മണിക്ക് ഉറങ്ങുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത്? പറയൂ. അതെന്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഓക്കെ, നിങ്ങൾ പറയൂ, എപ്പോഴാണ് ഉറങ്ങല് പുള്ളിക്കോയിൽ? ആണ്. ഓക്കെ, ഞാൻ എന്നാലും വേറെ കാര്യം ചോദിക്കട്ടെ. ഈ ആനകളില്ലേ, ആനകൾ ഇങ്ങനെ ആനകൾ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ആനകൾ ഇങ്ങനെ ഓടി വരുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ മുന്നിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആന എന്ത് ചെയ്യും? ആന അതിനെ ക്രോസ് ചെയ്തിട്ട് പോകും. എങ്ങനെ? സാധാരണ ആണ്. അതെന്താ നിങ്ങൾ അതിൽ പറയാൻ കാരണം? ആന നല്ല ആനയാണെങ്കിൽ ആരും ഉപദ്രവിക്കാതെ പോകും. ആണ്. ഓക്കെ മോനെ, അപ്പോൾ എല്ലാം ഒരു കോമഡി ആയിട്ട് ചോദിച്ചതാണ്. ഇതിനൊന്നും ആൻസർ പറഞ്ഞ സംഭവമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കോമഡി ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു വ്ളോഗറാണ്. അനസ് വ്ളോഗ് 21. ഒരായി പറഞ്ഞോളൂ. ഹായ് ഗൈസ്. ഹായ്, പേരെന്താ? ആലിയ. ഓക്കെ, എവിടുന്ന് വരുന്നു? ഫുഡ് കഴിച്ച് വരാം. ഈ ഫുഡ് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ കോഴിക്കോടിൻ്റെ ഫുഡ്? അടിപൊളിയാണ്. ഓക്കെ, ഏറ്റവും ഫേവറേറ്റ് ആയി തോന്നിയ ഏത് ലൊക്കേഷനാണ് കോഴിക്കോട് ഫുഡിൻ്റെ? ആണ്. ഓക്കെ, എങ്ങൾക്കോ? ആണ്. ഡെയിലി ഇങ്ങനെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കല് ആണല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ ആരാണ് ഏറ്റവും വലിയ സിംഗർ? ആരാ? അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഒരു 4 വരി പാട്ട് പാടുകയെന്ന് വെച്ചാൽ ഒരു കൊട്ടാരത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കും. കൊട്ടാരത്തിലേക്ക് ഒരു ഓഫർ ഉണ്ട്, ഈ പാട്ടുകാരികൾക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, ഈ രാജാവ് രാത്രി ഉറങ്ങുമ്പോൾ പാട്ട് പാടിയിട്ട് ഇങ്ങനെ പാളയോട് വീശി കൊടുക്കണം, അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു പറ്റൂ? ഇല്ല. അപ്പം നിങ്ങൾക്ക് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഒരു യാത്ര ഇങ്ങനെ വരികയാണ്, ഒരു ട്രെയിന് വരുന്ന വഴിക്ക് പെട്ടെന്നൊരു ഭൂമി കണ്ട്, ആ ഭൂമിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് പറയോ? എങ്ങനെ വെച്ചാൽ ഒരു ആനകൾ ഇങ്ങനെ റോട്ടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോവാം. അപ്പോൾ മുന്നിലൊരു കുയ്യുണ്ട്. അപ്പോൾ ആന കുയ്യിന്ന് ഇങ്ങനെ ഡബിളായിട്ട് ഇങ്ങനെ മേലേക്ക് ചാടും, അല്ലെങ്കിൽ ആ കുയ്യിൽ വീണിട്ട് പോകും. വിഗു നോറ അതല്ല, ചാടി പോവാന. ആന ചാടും കാലോണ്ട്. കണ്ടില്ല? ആന ചാടുന്നത് കണ്ടില്ല? നല്ല പ്രശ്നമില്ലേ, ഞാൻ ഒരു കോമഡി ആയിട്ട് ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഒരായി പറഞ്ഞോളൂ. ഒരു യൂട്യൂബ് ചാനൽ അനസ് വ്ളോഗ് 21. ഹാപ്പി അല്ലേ? ഒരായി പറഞ്ഞോളൂ. ഹായ് ഗൈസ്. ഹായ്, പേരെന്താ? ഓക്കെ ഓക്കെ, ഞാൻ അങ്ങനെ ചെറിയൊരു ഇൻഫർമേഷൻ്റെ രീതിയിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ കോഴിക്കോടുള്ള കുറച്ച് ഈ ഒരു ആചാരങ്ങളില്ലേ, ഈ ആചാരങ്ങളെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോണേ. ഈ രാവിലെ ഉറങ്ങണവരില്ലേ, എങ്ങനെയാണ് രാത്രി ഉറങ്ങുന്നത്? ശീലങ്ങളാണല്ലോ. ഓക്കെ, നിങ്ങൾക്കോ? ആണല്ലേ? ഓക്കെ, എന്നാൽ ഈ കരടികളില്ലേ, കരടികൾ കാട്ടിലൂടെ ഇങ്ങനെ പോവില്ലേ, അങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ നടന്നു പോവില്ലേ, പെട്ടെന്നൊരു സിംഹം വന്ന്, അപ്പോൾ കരടി ഏത് വഴിക്കൂടെ പോവാ? കരടി ഇങ്ങനെ കാട്ടിലൂടെ പോവാ, അപ്പോൾ സിംഹം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കരടി സിംഹത്തിൻ്റെ മുന്നിൽ കൂടെ പോവാ, അല്ലെങ്കിൽ സിംഹത്തിൻ്റെ താഴത്തൂടെ, അല്ലെങ്കിൽ എങ്ങനെ പോവാ? ആണല്ലേ? മോനെ കുത്തികള്. അപ്പോൾ ജസ്റ്റ് ഒരു കോമഡി ആയിട്ട് ചോദിച്ചാൽ കേട്ടോ. എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അനസ് വ്ളോഗ് 21. മൊത്തത്തിൽ തമാശയായിരിക്കും. ഒരായി പറഞ്ഞു. ഹായ് ഗൈസ്. ഹായ് ഹായ് ഹായ്. ഇതിലാരാണ് ഏറ്റവും വലിയ പാട്ടുകാരൻ? ആരാ? ഓക്കെ, പറയൂ. അതി അതി അതെ, ഒരു പാട്ട് വേണം. ഓക്കെ, പറയൂ. ആണ്. ഓക്കെ, ചായ വേണ്ടി. എന്നാ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഈ കുയിലില്ലേ, കുയിലിന് സൗണ്ട് ഉണ്ടാക്കാൻ അറിയോ? എല്ലാരും ഉണ്ടാക്കും. നിങ്ങളൊരു കുയിലിന്റെ സൗണ്ട് ആദ്യം ഒന്ന് കാണിച്ചതാണ് ഞാൻ അല്ല, ഞാൻ നിങ്ങൾക്ക് അറിയാം. എന്റെ ക്വസ്റ്റ്യൻ അതാണ്, കുയിലിന്റെ സൗണ്ട്. അതെ, നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാ. എല്ലാം അറിയണമാതിരി മതി. ഇങ്ങനെ അറിയില്ല എല്ലാ ശബ്ദം ഒരാൾ ചെയ്ത് കാണിച്ചാൽ കാക്കന്റെ സൗണ്ട് അറിയോ?
കാക്കന്റെ സൗണ്ട് പറയൂ ആ കാക്കന്റെ സൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കടുവന്റെ സൗണ്ട്. കടുവ പറ്റൂ. അന്നെ കണ്ടാൽ തന്നെ കടുവന്റെ ലുക്ക് ഉണ്ട്. കടുവ മതി അനക്ക് പറ്റൂ. അന്നെ കൊണ്ട് പറ്റൂ. അല്ല പോരട്ടെ. സീനില്ല. അപ്പൊ ഫുള്ളൊരു തമാശ കേട്ടോ. അപ്പൊ എന്റെ ചാനലിന്റെ പേര് അനസ് വ്ളോഗ് 21. അപ്പൊ ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ് ഗൈസ്. ഹായ്. പേരെന്താ? ഓക്കെ, പേരെന്താ? ഓക്കെ. ഈ കുയിലിന്റെ സൗണ്ട് എങ്ങനെ വരുന്നത് പറയാൻ പറ്റുമോ? അറിയില്ല. ഓക്കെ, അപ്പൊ അന്നത്തെ വീഡിയോയിലുണ്ടാവും. ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, ഇപ്പൊ ഫുള്ള് മഴ വരും. അപ്പൊ നമുക്കില്ലേ ഇതാക്കിക്കളാ. എന്ത് ഇവിടെ കുറെ ആൾക്കാരുണ്ട്. മോനെ ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ മോനെ വിഷയം ഗൈസ്, വിഷയം ഗൈസ്. ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. മച്ചാ ഹാപ്പി അല്ലേ? പേരെന്താ? ഓക്കെ, പേരെന്താ? ഒരായി പറഞ്ഞോ. ഗൈസ്, നമുക്ക് കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഓക്കെ, ഹായ് ഗൈസ്. ഹായ്. അറിയോ? ഇല്ല. അതെ, ഞാനില്ലേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. പേരെന്താ? ഓക്കെ. ഈ കുയിലില്ലേ, കുയിലിന്റെ സൗണ്ട് എങ്ങനെയാണെന്ന് അറിയോ? അറിയില്ല. ഓക്കെ ഗൈസ്, നമുക്കിത് എവിടേക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ട്. വണ്ടി എടുത്ത് പോണ് ഗൈസ്. ഹായ്. പേരെന്താ? ഒരായി പറഞ്ഞോ. ഓക്കെ ഗൈസ്, ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. വിഷയോ ഫുള്ള് വിഷയം. ഇതാ അവിടെയുണ്ട്, അവിടേക്ക് പോകാം ഗൈസ്. ഗൈസ്, ഈ കാണുന്നൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്. അത് നാണം കൊണ്ടാണ്. ഓക്കെ, ഞാൻ പോട്ടെ. ഓക്കെ, ഞാൻ പോട്ടെ എന്നാല്. ഓക്കെ, ബാക്കി യൂട്യൂബിലുണ്ടാവും. ഒരായി പറഞ്ഞോ. ഓക്കെ. ടാസ്ക് എന്താന്ന് വെച്ചാൽ ഈ കുയിലില്ലേ, കുയിലിന്റെ സൗണ്ട് ഒന്ന് ഉണ്ടാക്കണം. ആണ്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടാസ്ക് പറഞ്ഞോളൂ. ആണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ ഒരു ലോക മഹായുദ്ധല്ലേ, അത് എത്ര വർഷത്തിലാണ് നടക്കുന്നത്? 2 വെറുതെ പറയല്ലേ? ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്? അക്കൗണ്ടിങ്. ഹാപ്പി ആണല്ലേ? ഓക്കെ, എന്നാൽ ചെറിയൊരു മാത്സ് ചോദിക്കട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ. 777 + 313 1000. ഇതൊന്ന് അക്കൗണ്ടിങ് വെറുതെ പഠിക്കുകയാണ്. 1190. പേരെന്താ? യാസിൽ. നിങ്ങൾ പറയൂ, എന്താ അതിന്റെ ആൻസർ? അതെ, എന്താ ആൻസർ? എന്താണ് തമ്പനയിൽ തന്നെ ഇടണം? 1110 കേട്ടോ. ഇപ്പം കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം നിങ്ങളാണ് റോങ് ആൻസർ പറഞ്ഞത്. ഹാപ്പി അല്ലേ? ഒരായി പറഞ്ഞു. തെറ്റെല്ലാവർക്കും പറ്റൂ. ഇന്ന് നല്ല ബ്ലോക്കാണ്. ഇന്ന് വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആവും. നമ്മളെ ഒരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. ഒരായി പറഞ്ഞോളൂ. പേരെന്താ? അഫ്സൽ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറാണ് ഗൈസ്. എവിടുന്ന വരുന്നത്? പണി കഴിഞ്ഞ് വരും ഗൈസ്. പണി കഴിഞ്ഞ് വരുന്ന ഒരു സബ്സ്ക്രൈബറാണ്. ഓക്കെ, ഒരായി പറഞ്ഞോളൂ. ഗൈസ്, ഞാനിങ്ങനെ വീട്ടിലേക്ക് പോവാണ്. ഫുള്ളി ഇരുട്ടായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. കാരണം മഴ പെയ്ത് ഫുള്ള് ലോക്കായി. ഓക്കെ, അപ്പോൾ ഫുള്ളൊരു തമാശ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മളെ മൊബൈൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളെ എം സ്റ്റോർ ആണ്, നമ്മൾ കാലിക്കറ്റുള്ള ഷോപ്പാണ്, നമ്മളെ പ്രിയപ്പെട്ട ഷോപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ബൈ.